ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട 3 ആനുകൂല്യങ്ങളെ പറ്റിയുള്ള പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക. 200 രൂപ വാർഷിക പ്രീമിയം നിരക്കിൽ 42 ലക്ഷം അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയൊരുക്കി കുടുംബശ്രീ. സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ്, കുടുംബശ്രീ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നിവ ചേർന്ന് ജീവൻ ദീപ ഒരുമ എന്ന പേരിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഏപ്രിൽ 30 വരെ അയൽക്കൂട്ട അംഗങ്ങൾക്ക് പദ്ധതിയിൽ ചേരാം. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ, സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ബുഷ്ര എസ് ദീപ, LIC പെൻഷൻ ഗ്രൂപ്പ് സ്കീം വിഭാഗം ഡിവിഷണൽ മാനേജർ എസ് രാജ്കുമാർ എന്നിവർ പദ്ധതിയുടെ 2025-26 ധാരണാപത്രം ഒപ്പുവെച്ചു. ഏപ്രിൽ 1 മുതൽ 2026 മാർച്ച് 31 വരെയാണ് പദ്ധതിയുടെ കാലാവധി. 2020-21 തുടക്കമിട്ട പദ്ധതിയാണ് ഇത്. 18 മുതൽ 74 വയസ്സ് വരെയുള്ളവർക്ക് പദ്ധതിയിൽ അംഗമാകാം. 18നും 50നും ഇടയിൽ പ്രായമുള്ള അംഗത്തിന് സ്വാഭാവിക മരണം സംഭവിക്കുകയാണെങ്കിൽ അവകാശിക്ക് 2 ലക്ഷം രൂപ ലഭിക്കും. 60 വയസ്സുവരെ 80,000 രൂപയും 70 വയസ്സുവരെ 30,000 രൂപയും 74 വരെ പ്രായമുള്ള പോളിസി ഉടമകൾക്ക് മരണം സംഭവിച്ചാൽ 25,000 രൂപയുമാണ് അവകാശിക്ക് ലഭിക്കുക. അപകടമരണം സംഭവിച്ചാൽ 30,000 രൂപ അധികം ലഭിക്കും. അയൽക്കൂട്ട അംഗങ്ങൾ ചേർന്ന് ലിങ്കേജ് വായ്പ എടുത്ത ശേഷം ഇതിലെ ഒരംഗത്തിന് മരണം സംഭവിച്ചാൽ ആ വ്യക്തിയുടെ വായ്പാ ബാധ്യത മറ്റ് അംഗങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന സാഹചര്യവും ഒഴിവാകും. മരണമടഞ്ഞയാൾക്ക് ലഭ്യമാകുന്ന ഇൻഷുറൻസ് തുകയിൽ നിന്നും ഈ വ്യക്തിയുടെ പേരിൽ നിലനിൽക്കുന്ന വായ്പാ തുക അയൽക്കൂട്ടത്തിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകും. ബാക്കി തുക മരണമടഞ്ഞ വ്യക്തിയുടെ അവകാശിക്കും ലഭിക്കും. കുടുംബശ്രീ അംഗങ്ങൾ ഈ ആനുകൂല്യം വിനിയോഗിക്കുവാൻ ശ്രദ്ധിക്കുക. അടുത്തത് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടേതായി സംസ്ഥാനത്തെ വിവിധ ബാങ്കുകളിലുള്ളത് 9,369 കോടി രൂപയുടെ നിക്ഷേപമാണ്. സാധാരണക്കാരായ സ്ത്രീകളുടെ സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരുടെ വ്യക്തിഗത ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുമായി 1998 മുതൽ കുടുംബശ്രീ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന മൈക്രോ ഫിനാൻസ് പദ്ധതിയുടെ ഭാഗമായാണ് അയൽക്കൂട്ടത്തിൽ സമ്പാദ്യ രൂപീകരണം. രജത ജൂബിലി പിന്നിട്ട കുടുംബശ്രീയുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നാണ് അയൽക്കൂട്ട അംഗങ്ങളുടേതായി ഇതുവരെയുള്ള ഭീമമായ നിക്ഷേപം. ആഴ്ചതോറും എല്ലാ അംഗങ്ങളും കുറഞ്ഞത് 10 രൂപ വീതം നിക്ഷേപിക്കണം എന്ന വ്യവസ്ഥയിലായിരുന്നു പദ്ധതിയുടെ തുടക്കമെങ്കിലും ക്രമേണ അയൽക്കൂട്ടങ്ങളുടെയും അംഗങ്ങളുടെയും എണ്ണത്തിലും നിക്ഷേപത്തിലുമുണ്ടായ ക്രമാനുഗത പുരോഗതിയാണ് സമ്പാദ്യം ശതകോടികളിലേക്ക് കുതിക്കാൻ സഹായകമായത്. കൂടാതെ കുടുംബശ്രീ മിഷൻ 2024-25 സാമ്പത്തിക വർഷം നടത്തിയ സസ്റ്റൈനബിൾ ത്രിഫ്റ്റ് ആൻഡ് ക്രെഡിറ്റ് ക്യാമ്പയിൻ മുഖേന അയൽക്കൂട്ട അംഗങ്ങളുടെ ശരാശരി ആഴ്ച സമ്പാദ്യം ഗണ്യമായി ഉയർത്താൻ സാധിച്ചിട്ടുണ്ട്. ഇതോടെ ഏഷ്യയിൽ തന്നെ ആഴ്ച സമ്പാദ്യത്തിലൂടെ ഏറ്റവും കൂടുതൽ നിക്ഷേപം കൈവരിക്കുന്ന സ്ത്രീ കൂട്ടായ്മ എന്ന ഖ്യാതിയും കുടുംബശ്രീക്ക് സ്വന്തം. സമ്പാദ്യത്തിനൊപ്പം അയൽക്കൂട്ടങ്ങളിൽ നിന്ന് വായ്പ എടുക്കാനും കഴിയും. നടപടിക്രമങ്ങളില്ലാതെ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭിക്കുമെന്നതാണ് അയൽക്കൂട്ട വായ്പയെ ആകർഷകമാക്കുന്നത്. ഇവിടെ നിന്ന് വായ്പ ലഭിക്കുന്നത് വഴി വട്ടിപ്പലിശക്കാരുടെ കടക്കണി ഒഴിവാക്കാനും സാധിക്കുന്നു. അംഗത്തിന്റെ ആവശ്യമനുസരിച്ച് നിക്ഷേപത്തിന് ആനുപാതികമായി തന്നെ വായ്പ എടുക്കാനും സാധിക്കും. മറ്റ് അംഗങ്ങൾ അനുമതി നൽകുന്ന പക്ഷം സ്വന്തം നിക്ഷേപ തുകയേക്കാൾ കൂടുതൽ തുക വായ്പ ലഭിക്കുകയും ചെയ്യും. വ്യക്തിഗത വായ്പയായും പരസ്പര ജാമ്യത്തിൽ വായ്പയെടുക്കാനും അയൽക്കൂട്ടങ്ങളിൽ അവസരമുണ്ട്. നിലവിൽ 28,723 കോടി രൂപ ആന്തരിക വായ്പാ ഇനത്തിൽ അയൽക്കൂട്ട അംഗങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അടുത്ത ആനുകൂല്യം ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള സൊസൈറ്റി ഫോർ അസിസ്റ്റന്റ് ഫിഷർ വിമണിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് തീരമൈത്രി സീഫുഡ് റെസ്റ്റോറന്റുകൾ. മത്സ്യത്തൊഴിലാളി മേഖലയിലെ സ്ത്രീകൾക്ക് തൊഴിലും വരുമാനവും ഉറപ്പാക്കാനും സാധാരണ ജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ മികച്ച കടൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുവാനാണ് പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. കേരള ബാങ്കിന്റെ സഹായത്തോടെ സംസ്ഥാനത്തെ ഹാർബറുകളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലുമാണ് തീരമൈത്രി സീഫുഡ് റെസ്റ്റോറന്റുകൾ പ്രവർത്തനം. പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് ആവശ്യമായ എല്ലാ പരിശീലനവും സാഫ് നൽകും. 5 ലക്ഷം രൂപ വരെ 5 പേരടങ്ങുന്ന ഒരു സീഫുഡ് റെസ്റ്റോറന്റ് രൂപീകരിക്കാൻ ഗ്രാന്റ് നൽകും. പദ്ധതി തുകയുടെ 75% ഗ്രാന്റ്. ബാക്കി തുക ബാങ്ക് ലോണായും 5% ഗുണഭോക്തൃ വിഹിതവുമാണ്.
2020-21 കാലത്ത് 230 മത്സ്യത്തൊഴിലാളി വനിതകൾ അടങ്ങുന്ന 46 സീ ഫുഡ് റെസ്റ്റോറൻറ്റുകൾ രൂപീകരിക്കുകയും 230 ലക്ഷം രൂപ ഗ്രാൻഡായി അനുവദിക്കുകയും ചെയ്തു. കുടുംബശ്രീ അംഗങ്ങൾക്കൊക്കെ വളരെ ഉപകാരപ്രദമായ ഈ ഒരു അറിയിപ്പ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക.